ഇന്ന് ഒക്ടോബർ 31 പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 41 കൊല്ലം തികയാണ്. ഇതേ ദിവസമാണ് ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സദ്വന്ത് സിംഗ്, ബിയാൻ സിംഗ് എന്നീ രണ്ട് അംഗരക്ഷകർ വളരെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി ഒരുപാട് തവണ നിറയൊഴിച്ചത്. അന്ന് ലോകം നടുങ്ങിപ്പോയ ഒരു കൊലപാതകമായിരുന്നു അത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. സിഖ് തീവ്രവാദികളുടെ സ്വാധീനത്തിൽ പെട്ടുപോവുകയായിരുന്നു ഈ ബിയാൻ സിംഗും അംഗരക്ഷകനായ സുഹൃത്തും. എന്തായാലും കൂടെ നടന്ന സുരക്ഷാ ഭടന്മാരാണ് അവരുടെ മരണത്തിന് കാരണമായത്. അന്ന് ആ നടുക്കുന്ന വാർത്ത കേരളം കേട്ടറിഞ്ഞത് ആകാശവാണിയുടെ ഡൽഹി വാർത്തയിലൂടെയായിരുന്നു. അന്ന് ആ വാർത്ത വായിച്ചത് നമുക്കറിയാവുന്ന വാർത്താ വായനക്കാരനാണ് ഗോപൻ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പരസ്യം പറഞ്ഞ് ജനശ്രദ്ധ നേടിയ അതേ ഗോപനാണ് ഈ വാർത്ത വായിക്കാൻ വിധിയുണ്ടായത്. അദ്ദേഹം അതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നെഞ്ചിടിപ്പോടെ ഒരു നടുക്കത്തോടെ മാത്രമേ അദ്ദേഹത്തിന്, എത്രയോ പരിണിതപ്രജ്ഞനായ അദ്ദേഹത്തിന് ആ വാർത്ത വായിച്ചു തീർക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് എന്തായാലും ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് ആ വാർത്ത നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നിര്യാതയായ വിവരം ഞങ്ങൾ വ്യസനസമേതം അറിയിക്കുന്നു. നമ്പർ 1 സഫ്ദർജംഗ് റോഡിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ സ്വന്തം അംഗരക്ഷകരിലൊരാളുടെ വെടിയേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകളോളം ശ്രമിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ഇന്ദിരാ പ്രിയദർശിനി കഥാവശേഷയായി. ലോകരാജ്യങ്ങളുടെ ഭൂപടത്തിൽ ഇന്ത്യയ്ക്കൊരു സുപ്രധാന സ്ഥാനം നേടിക്കൊടുത്ത ഭാരതത്തിന്റെ പ്രിയപുത്രിയുടെ ദാരുണമായ അന്ത്യം ലോക ജനതയെ ആകെ ഞടുക്കി. ലോക നേതാക്കൾ ഭാരതത്തിന്റെ ഈ തീരാനഷ്ടത്തിൽ അഗാധമായ ദുഃഖവും ഞടുക്കവും പ്രകടിപ്പിച്ചു. സ്തബ്ധനായി പോയ ഗോപൻ വായിച്ച വാർത്തയിൽ നിങ്ങൾക്ക് വരികൾക്കിടയിലൂടെ അദ്ദേഹത്തിൻ്റെ അഗാധമായ ദുഃഖം മനസ്സിലാകും. 41 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഡൽഹി നിലയത്തിലൂടെ, ആകാശവാണിയുടെ ഡൽഹി നിലയത്തിലൂടെ ഈ വാർത്ത വായിച്ചത്. ഇപ്പോൾ ഗോപൻ നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിനും നമ്മുടെ ആദരാഞ്ജലികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.